കോളേജിലെ കോൺവെക്കേഷന് വൈറ്റ് ആയിരുന്നു തീം. എല്ലാ ഗേൾസും സാരി എടുക്കാന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ സാരി നോക്കാൻ വേണ്ടി കസവ് കേന്ദ്രയിലേക്ക് പോയതായിരുന്നു ഞങ്ങൾ. ഞാനും അച്ഛനും അമ്മയാണ് പോയിട്ടുണ്ടായിരുന്നത്. എപ്പോഴും കാണുന്ന പാറ്റേൺ വേണമെന്ന് എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പ്രോപ്പർ സാരിയല്ല, സ്കേർട്ടിനൊക്കെ അടിക്കുന്ന റണ്ണിങ് മെറ്റീരിയൽ എടുത്തിട്ട് സാരിയാക്കി സെറ്റാക്കി നോക്കിയതാണ്. ഒരുപാട് സാരി കളക്ഷൻസ് ഞാൻ നോക്കിയെങ്കിലും എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് വേണമെന്നുണ്ടായിരുന്നു. എൻ്റെ കയ്യിലൊരു റെഫറൻസ് പിക്ചർ ഉണ്ടായിരുന്നു. അതിലുള്ള ക്ലോത്ത് പോലെ സിമിലർ ആയിട്ടുള്ള ഒരു ക്ലോത്ത് എനിക്ക് കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ്സ് ഒക്കെയാണ് ഇതിലുണ്ടായിട്ടുള്ളത്. എന്തായാലും ഞാൻ യൂഷ്വലി കാണുന്ന സാരീനേക്കാളും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കോൺവെക്കേഷൻ ഒരാഴ്ച മുന്നെയാണ് സാരി സെറ്റാക്കാൻ പോയത്. അതുകൊണ്ട് തന്നെ ബ്ലൗസും പെട്ടെന്ന് സെറ്റാക്കേണ്ടതുണ്ട്. ഇന്നെൻ്റെ കോൺവെക്കേഷൻ ആട്ടോ. അങ്ങനെ ഒഫീഷ്യലി CET ആയിട്ടുള്ള ലാസ്റ്റത്തെ ഒരു റിലേഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് ഇത്രയും കാലത്തെ എഫേർട്സ് ആൻഡ് കാര്യങ്ങളൊക്കെ ഫൈനലി ഒരു സ്റ്റേജിലേക്ക് അങ്ങോട്ട് നിൽക്കുകയാണ്. വളരെ പ്രൗഡാണ്. പിന്നെ ഈ ഡ്രസ്സ് ചെയ്യണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് സാരി ഒറ്റയ്ക്ക് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഹോസ്റ്റലിലാണുള്ളത്. ഫ്രണ്ട്സ് എല്ലാവരും പാർലറിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് ഉടുക്കാൻ നോക്കിയാലോ എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ വീട്ടിൽ നിന്നൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇതാണ് എൻ്റെ ബ്ലൗസ് വരുന്നത്. സോ നമുക്കൊന്ന് ഉടുത്ത് നോക്കാം. സാരിക്ക് ഫസ്റ്റ് വേണ്ട പിന്നാണ്. സാരി ഇവിടെ ഉണ്ട്. സാരി ഇന്നലെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫാൻ ഇടാത്തതുകൊണ്ട് നല്ല ചൂടെടുക്കുന്നുണ്ട്. നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഡൺ ആണ്. ബിടെക് പഠിച്ചിരുന്ന സമയത്ത് ഗ്രാജുവേഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായില്ല. അന്ന് ഗവൺമെൻറ് കോളേജസിൽ അതൊന്നും വന്നിട്ടുണ്ടായില്ല. ആൻഡ് ഇപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് ആവാൻ വേണ്ടി പോവുകയാണ്. ഇനി ബാക്കി ഫേസസും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുവരെ ഇത് തൽക്കാലം ഇവിടെ കിട്ടല്ലേ. അങ്ങനെ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് പൗഡർ ഇടാനേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ജസ്റ്റ് ഒന്ന് കൺസീലും കൂടെ ചെയ്യും. ബെല്ലാവീറ്റ എൻ്റെ ഫ്രണ്ട് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തു. അതിൽ വേറെ ഒരു കമ്മലും കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് വലിയ കമ്മലായതുകൊണ്ട് ഈ മാല മതി തോന്നി. മാല ആക്ച്വലി 2 ടൈപ്പ് ഉണ്ട്. ഗോൾഡൻ ഇട്ടാൽ ആയിട്ട് മാച്ച് ആവും. വൈറ്റ് കറക്റ്റ് ബ്ലെൻഡാണ് ആൻഡ് മാച്ച്. ഓക്കെ ഡൺ. ഇനി ജസ്റ്റ് ഒന്ന് ലിപ്സ്റ്റിക്ക്. ഓക്കെ ഡൺ. Almost done. കുഴപ്പമില്ലല്ലോ, എല്ലാം സെറ്റല്ലേ? നല്ല ചൂട് എടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഞാൻ സെറ്റാണെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് അപ്പം നമ്മൾ ഓൾ റെഡി ടു ഗോ ടു കോൺവെക്കേഷൻ.
അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺവെക്കേഷൻ ഗെറ്റ് റെഡി വിത്ത് മീ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കോളേജിൽ എത്തിയിട്ടുണ്ട്. കോളേജിൽ എത്തിയപ്പോൾ ഞങ്ങൾക്ക് തന്നതാണ് ഈ ഷോള്. ഇപ്രാവശ്യം CET ആദ്യമായിട്ടാണ് IIT മോഡൽ ഗ്രാജുവേഷൻ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഷോൾ ഉള്ളത്. സാധാരണ ബ്ലാക്ക് കോട്ടും ബ്ലാക്ക് ക്യാപ്പും ഒക്കെയാണ് ഗ്രാജുവേഷൻ ഉണ്ടാവാറ്. ഇപ്രാവശ്യം കേരളപ്പിറവിന്റെ അന്നായിരുന്നു ഗ്രാജുവേഷൻ ഡേ. അതുകൊണ്ട് തന്നെ ആ കസവുകാരെയും കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായി. പിന്നെ ഷാളുമേലുള്ള എംബ്ലം CETനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അത് എംടെക്കാർക്ക് ഗ്രീനും ബിടെക്കാർക്ക് റെഡും ആണ്. അപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ ലുക്ക്? ഫൈനൽ ലുക്ക് അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഒരുപാട് കമന്റ്സ് വന്നിരുന്നു. പിന്നെ ഒരുപാട് എൻക്വയറീസും വന്നിരുന്നു, ഈ സാരി എവിടുന്നാന്നൊക്കെ ചോദിച്ചിട്ട്. സാധാരണ കേരള സാരിയൊക്കെയാണ് എല്ലാവരും പ്രിഫർ ചെയ്യാറെങ്കിലും എനിക്ക് കുറച്ച് മോഡേൺ ടച്ചും ട്രഡീഷണൽ ടച്ചും കൂടെ ബ്ലെൻഡ് ആവുന്ന സാരി വേണമെന്നുണ്ടായിരുന്നു. Hope you all enjoyed my video. This occasional get ready with me is a memory for lifetime. Thank you so much for watching. Bye. Hridya N. Joel Sam Alexander.